ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനൊരു Q&A പാർട്ട് 1 ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു 2 ദിവസം മുമ്പ്. ഇത് അതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ച്. എനിക്കപ്പം കഴിഞ്ഞിട്ട വീഡിയോയ്ക്ക് ഭയങ്കര റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ കമൻസും കുറേ DMസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം വന്നിട്ട് മെജോറിറ്റി കമൻസും ലൈക്ക് ഇങ്ങനെയാണ്: എനിക്ക് ഇത്രയാണ് റാങ്ക് ഉള്ളത്, ഞാൻ ഈ കാറ്റഗറിയാണ്, എനിക്ക് ഗവൺമെൻറ് കോളേജിൽ കിട്ടുമോ, ഈ കോളേജിൽ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസ്. അതിൻ്റെ ഒരു ആൻസർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മുമ്പത്തെ വർഷം ഗവൺമെൻറ് സീറ്റ് കിട്ടിയത് ഒരു 2500 3000 അതുവരെയായിരുന്നു. ഇപ്രാവശ്യം അത് കുറയാനേ ചാൻസ് ഉള്ളൂ. ഞാനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് 6000 ആ ഒരു റേഞ്ചൊക്കെ ആയിരുന്നു. 6000 അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഗവൺമെൻറ് സീറ്റ്. ഇപ്പോൾ കുറഞ്ഞ് വരെയാണ്. ഒന്നേ അതിനെക്കാട്ടി കുറയാനേ ചാൻസ് ഉള്ളൂ, കൂടാൻ ചാൻസ് ഇല്ല. അത് ഞാൻ കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും കുറേ പേര് എനിക്കിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് റിപ്ലൈ ഒന്നും കൊടുക്കാൻ സമയം കിട്ടിയില്ല. ഞാൻ മാക്സിമം കൊടുത്തിട്ടുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നത് ഇനി ഒരു 50 കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ കോമൺ ആയിട്ട് പറയുകയാണ്, ഒരു 2500 വരെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി ഗവൺമെൻറ് കിട്ടാനായിട്ട്. പിന്നെ ഈ കാറ്റഗറി വരുമ്പോഴേക്കും കുറച്ചും കൂടെ ഇത് വരും, കുറച്ചൊരു റിഡക്ഷൻ വരും. ആ റാങ്കിൽ നിന്ന് കുറച്ചും കൂടെ ഒന്ന് കുറയും, അത്രേ ഉള്ളൂ. അതിൻ്റെ ഒരുപാട് പേര് ഫീസ് സ്ട്രക്ചർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ജോയിൻ ചെയ്യുന്ന ടൈമിലുള്ള ഫീസ് സ്ട്രക്ചർ ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ല, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ അന്നുണ്ടായിരുന്ന ഫീസ് സ്ട്രക്ചർ ഫുള്ളായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അതറിയണമെന്നുള്ളവർ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ പാർട്ട് 2 കിടക്കാം. അപ്പം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ ഷോർട്ടാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഓരോരുത്തർ പേര് പറഞ്ഞ് അങ്ങനെ ഞാൻ വായിക്കണില്ല. ഇൻസ്റ്റാഗ്രാമിൽ നിന്നും അതുപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ കിട്ടിയ ആ രണ്ടും കൂടെ ഞാൻ മിക്സാക്കി ഒന്ന് ഷോർട്ടാക്കി വെച്ചേക്കാണ്. ഒരു 10-11 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതിനും കൂടെ ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇത് മെയിൻലി അബൌട്ട് ഇൻറ്റേൺഷിപ്പ്, കരിയർ ഓപ്പർച്യൂണിറ്റി, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എപ്പോഴാണ് B.Pharm-ലെ ഇൻറ്റേൺഷിപ്പ് എപ്പോഴാണ് വരുന്നത്? നമ്മൾ 6th സെം കഴിഞ്ഞിട്ട് ഒരു മന്ത് നമുക്ക് ഇൻറ്റേൺഷിപ്പ് കാണും. അത് കഴിഞ്ഞിട്ടാണ് 7th സെം സ്റ്റാർട്ട് ചെയ്യണത്. അപ്പം മെയിൻലി നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് ഹോസ്പിറ്റൽ ഫാർമസി, രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ പോയിട്ട് ഒരു മന്തിൻ്റെ ഇത് കിട്ടും, ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പോൾ ഇതാണ് ഇൻറ്റേൺഷിപ്പിനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ ഇത് രണ്ടുമാണ്. നമുക്ക് രണ്ടിടത്ത് ചെയ്യാം. ഒന്ന് ഹോസ്പിറ്റൽ ഫാർമസിയും അതുപോലെ തന്നെ ഇതുപോലെ ഫാർമ ഇൻഡസ്ട്രി. എനിക്ക് 2-3 കമൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ത്രൂ കോളേജേ നമുക്ക് ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, അതോ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻറ്റേൺഷിപ്പിന് പോകാൻ പറ്റുമോ ഫാർമ ഇൻഡസ്ട്രിയിലൊക്കെ? അപ്പോൾ അതിനുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ അറിഞ്ഞിടത്തോളം എനിക്ക് ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയൊരു ഇൻഫോർമേഷൻ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ച്, അപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ കോളേജിൽ ലൈക്ക് അവർക്ക് കുറച്ച് ടൈപ്പ് കുറച്ച് നമ്മളെ റെഫർ ചെയ്യണ സ്ഥലമുണ്ട്. ലൈക്ക് KSDP ആലപ്പുഴ, അതുപോലെ തൃശ്ശൂരുള്ള ഞാൻ ഓർക്കണില്ല, തൃശ്ശൂർ ഒരു ഇൻഡസ്ട്രി ഉണ്ട്. അതുപോലെ നമുക്ക് കേരളത്തിൻ്റെ പുറത്ത് വേണമെങ്കിലും പോവാം. ബട്ട് നമ്മൾ ഓപ്റ്റ് ചെയ്തത് അവിടെയായിരുന്നു, നമ്മുടെ കോളേജിന് ടൈപ്പ് ഉള്ളത്. പിന്നെ വേറെ ഇൻഡസ്ട്രീസ് ഉണ്ട് കേട്ടോ, കോട്ടയം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം എനിക്കത് നോക്കിയപ്പോഴേക്കും KSDP ആയിരുന്നു കുറച്ചൊരു സെറ്റപ്പ്. അപ്പം ഞാൻ അവിടെയായിരുന്നു ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്, 1 month ഇൻറ്റേൺഷിപ്പ്. അങ്ങനെ ത്രൂ കോളേജാണ് നമുക്ക് കിട്ടാറ്. അല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് ഇങ്ങനെ നമ്മൾ അവിടുത്തെ HR-നെ കാണാനോ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ വഴിയില്ലല്ലോ. ത്രൂ കോളേജിലെ പ്ലേസ്മെൻറ്റ്സ് അല്ലോ, അല്ലെങ്കിൽ കോളേജിലെ ഏതെങ്കിലും ഇങ്ങനെ ഇൻറ്റേൺഷിപ്പ് റിലേറ്റഡ് ഒരു സാറിനോ ടീച്ചറിനെ കാണും. അപ്പോൾ അവർ വഴിയാണ് നമുക്ക് ഇൻഡസ്ട്രിയിലോട്ട് പോകാൻ പറ്റുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, കോളേജ് പ്രൊവൈഡ് ചെയ്യണില്ലെങ്കിൽ നമുക്ക് വല്ല വഴിയുണ്ടോയെന്ന് ഇൻഡസ്ട്രിയിൽ പോകാൻ? അപ്പോൾ അതിൻ്റെ ആൻസറും ഇല്ല എന്നാണ്. ലൈക്ക് കോളേജ് പ്രൊവൈഡ് ചെയ്യും, അങ്ങനെയാണ് എൻ്റെ അറിവിൽ. എല്ലാ കോളേജിലും അങ്ങനെ ചെയ്യണുണ്ട്. 1 month ഇൻറ്റേൺഷിപ്പ് ഇൻഡസ്ട്രിയിൽ എടുക്കണവരുണ്ട്. ഇതേത് കോളേജിലെ കുട്ടിയാണെന്ന് എനിക്കറിഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ത്രൂ കോളേജാണ്. ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കരിയർ ഓപ്പർച്യൂണിറ്റി അല്ലാതെ അതുപോലെ ഫാർമസി അല്ലാതെ
വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ബി ഫാം കഴിഞ്ഞിട്ട് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ അത് വിചാരിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്യാമെന്ന്. സോ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ വേറൊരു വീഡിയോ ചെയ്യണതായിരിക്കും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. ലൈക്ക് എന്താണ് ബി ഫാമിൽ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പെരിമെൻറ്റ്സോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് എനിക്ക് ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. ഇതല്ലാതെ ഇപ്പോൾ ഇട്ട പോസ്റ്റ് അല്ലാതെ പഴയ വീഡിയോസിൻ്റെ ഇടയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു കമൻറ്റ്. ബിക്കോസ് ബ്ലഡ് പേടിയാണ്, തല കറങ്ങും, സോ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇതുണ്ടോ, പ്രാക്ടിക്കൽസ് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചിട്ട്. സോ നമ്മൾ +2 ഇങ്ങനെ ചെയ്യൂലേ, ലൈക്ക് മറ്റേ നീഡിൽ വെച്ചിട്ട് കയ്യിൽ ഇൻഡെക്സ് ഫിംഗറിൻ്റെ ഇവിടെ ഇങ്ങനെ കുത്തി ഒരു ഡ്രോപ്പ് ബ്ലഡ് എടുത്തിട്ട് അങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്, ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിക്കണതും. അങ്ങനെ കൈൻഡ് ഓഫ് ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അത് +2 ചെയ്തതുപോലെ. അത് സംഭവം എനിക്കും പേടിയായിരുന്നു. പിന്നെ എനിക്ക് ഇങ്ങനെ ചെയ്തു തരണത് ലൈക്ക് ഇങ്ങനെ ഇൻറ്റേർണൽ എക്സാമൊക്കെ ഇല്ലേ, ആ സമയത്തൊക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സാണ് കുത്തി തന്നുകൊണ്ടിരുന്നത്. ലൈക്ക് എനിക്ക് പേടിയാണ്. പിന്നെ യൂണിവേഴ്സിറ്റി എക്സാം ആയപ്പം ഒരു പേടിയുണ്ടായിരുന്നില്ല. ലൈക്ക് കുത്തി ഇങ്ങനെ നമ്മൾ ഉറച്ച് നമ്മളെ കയ്യിൽ കുത്തൂലായിരിക്കുമല്ലോ, പേടിയില്ലാത്തവരും കാണും. എനിക്ക് കുറച്ച് പേടിയാണ്. ഞാൻ കുത്തി ഒരു 4-5 ഹോൾ വീണിട്ട് ബ്ലഡിൻ്റെ വെള്ളച്ചാട്ടമായിരുന്നു. അങ്ങനത്തെ എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഫസ്റ്റ് സെമ്മിലാണെന്ന് തോന്നുന്നു, ഫസ്റ്റ് സെം ഓർ സെക്കൻഡ് സെം, ഫസ്റ്റ് സെം ആണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അല്ലാതെ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡുമായിട്ട് നമ്മൾ യാതൊരു പ്രാക്ടിക്കൽസും ഇല്ല. അത് മാത്രമുണ്ട്, നീഡിൽ വെച്ചിട്ട് ഒരു ഡ്രോപ്പ് ബ്ലഡ് എടുക്കാനായിട്ടുള്ള അതുണ്ട്. വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമോ പഠിക്കാനായിട്ട്, ഓർത്ത് വയ്ക്കാൻ, മീൻസ് എന്താണ് ഓർമ്മ വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമോയെന്ന്. സോ അതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യണതായിരിക്കും. ഇനി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ലോങ് ആയി പോവും, കുറച്ച് പറയാനുണ്ട്. സോ അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഇനി അങ്ങോട്ട് പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും മൈലാൻ, കറൻ്റ്ലി ഞാൻ വർക്ക് ചെയ്യണ ഇൻഡസ്ട്രിയാണ് മൈലാൻ. സോ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടി. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ വഴി കുറേ ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ബി ഫാം പഠിച്ചു കഴിഞ്ഞാൽ മൈലാനിൽ ലൈക്ക് ഇൻഡസ്ട്രിയിൽ കയറാൻ പറ്റുമെന്ന്. കുറേ പിള്ളേർ ഇപ്പം അഡ്മിഷൻ എടുക്കാൻ പോണതായിട്ടായാലും ജൂനിയേഴ്സ് ആയാലും കുറേ പേരിങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. കുറച്ച് പേര് മെസ്സേജൊക്കെ അയച്ചു. അപ്പോൾ എനിക്ക് ഇങ്ങനെ സന്തോഷമായി. എനിക്കിങ്ങനെ ലൈക്ക് ഞാൻ ഇങ്ങനെ പറയണതല്ല, ലൈക്ക് എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കിങ്ങനെ ബി ഫാം കഴിഞ്ഞിട്ട് ഈ ഹോസ്പിറ്റൽ ഫാർമസിയിലൊന്നും പോയി നിൽക്കണം യാതൊരു താല്പര്യവും ഇല്ല. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. പക്ഷെ ഞാനത് ആലോചിച്ചിട്ട് പോലും ഇല്ല ഇനി ഫ്യൂച്ചർ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ലൈക്ക് ഡി ഫാമുകാരും ഇല്ലേ, അപ്പം അവർക്കാണ് മെയിനായിട്ട് ഹോസ്പിറ്റൽ ജോബ് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ നമ്മളും പിന്നെ നമ്മൾ ബി ഫാം അല്ലേ, സോ നമ്മൾ രണ്ട് ഇത് പഠിച്ച ഇതല്ലേ, ഒന്ന് ഡിഗ്രി ഒന്ന് ഡിപ്ലോമ. സോ നമുക്കൊക്കെ കുറച്ചും കൂടെ ഓപ്ഷൻസ് ഉണ്ട്, ലൈക്ക് എന്താണ് ഇൻഡസ്ട്രിയിൽ പോകാനും. പിന്നെ വൈ പീപ്പിൾ അതിനെ യൂട്ടിലൈസ് ചെയ്യണില്ല, അങ്ങനെയാണ് ഞാൻ തിങ്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഈ മൈലാനിൽ കയറിയതിന് ശേഷം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച്. സോ എനിക്ക് ഭയങ്കര പ്രൗഡ് തോന്നുന്നു. ഒരുപാട് പേരിങ്ങനെ അറിഞ്ഞല്ലോ, കുറച്ച് പേർക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്, ലൈക്ക് എങ്ങനെയാണ് പ്രൊസീജിയർ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെയൊക്കെ ആൾക്കാർ അറിയിക്കാൻ പറ്റുമല്ലോ, സോ ഹാപ്പി. സോ അങ്ങനെ കുറേ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മൈലാൻ ബേസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യണതെന്ന്. ഞാനിപ്പം മൈലാൻ ലബോറട്ടറീസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യണത്, കൃഷ്ണഗിരി എന്ന് പറയുന്ന സ്ഥലത്ത്. ഇനി അടുത്ത് വന്ന ക്വസ്റ്റ്യൻ ഞാൻ എങ്ങനെയാണ് എനിക്ക് ഇവിടെ ഇങ്ങനെ കിട്ടിയതെന്ന്. സോ അത് ബേസിക്കലി നമ്മുടെ IPA, ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷൻ, അങ്ങനെ ഒരു ഫാർമസിക്ക് അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. ഇനി ജൂനിയേഴ്സിനൊന്നും അറിഞ്ഞൂടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ട്. സോ അവരുടെ ഒരു പ്രോഗ്രാമാണ് ഓറിയൻറ്റേഷൻ ടു ഫാർമ ഇൻഡസ്ട്രി എന്ന് പറയുന്ന പ്രോഗ്രാം. അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മളാണ് ഫസ്റ്റ് ബാച്ച് എന്ന് അങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ബാച്ച്. സോ നമുക്ക് ചില കോളേജസിലൊക്കെ, എല്ലാ കോളേജിലും എത്തിയിട്ടില്ല ഈ ഒരു കാര്യം, ലിമിറ്റഡ് സീറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം നമ്മളിങ്ങനെ ഫൈനൽ ഇയർ യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെ നടക്കണതിൻ്റെ ആ ടൈം ഇങ്ങനെ അറിഞ്ഞതാണ്, കോളേജ് പ്ലേസ്മെൻറ്റ് വഴി അറിഞ്ഞ് ലൈക്ക് ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോണ്. അപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള, ഇൻഡസ്ട്രിയിൽ പോകാൻ അത്രയും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഒരു ഇൻറ്റേൺഷിപ്പ് അവർ പ്രൊവൈഡ് ചെയ്യാണ്, ഫ്രീ ആണ്.
ലൈക്ക് കേരളത്തിൽ നമുക്ക് ചെയ്യാം, പക്ഷേ കുറച്ചും കൂടെ നമ്മൾ ഒരു എക്സ്പോഷർ കിട്ടണമെങ്കിൽ നമ്മൾ കേരള വിടണം, നോർത്തിലോട്ടൊക്കെ പോകണം, ഇല്ലെങ്കിൽ ചെന്നൈയിലെങ്കിലും അറ്റ്ലീസ്റ്റ് വരണം. ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് അങ്ങോട്ടൊക്കെയാണ് കുറേ എക്സ്പോഷർ. ഞാനിപ്പം കേരളയിലും ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും വെച്ച് ഇങ്ങനെ നോക്കുമ്പോഴേക്കും കേരളയിൽ ഫെസിലിറ്റി കുറച്ച് കുറവാണ്. ഞാൻ കുറ്റം പറയണതല്ല, ലൈക്ക് ഞാൻ ആദ്യം ചെയ്തത് അവിടെയാണ്, പക്ഷേ ഇവിടെ വെച്ച് നോക്കുമ്പം അതൊന്നുമില്ല സംഭവം. അങ്ങനെ അതിൻ്റെ ഇതിൽ ഞാൻ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും കിട്ടിയോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും കിട്ടിയിട്ടുമില്ല. ലൈക്ക് എന്തോ ഒരു ഭാഗ്യത്തിന് ലിമിറ്റഡ് സീറ്റാണ്, ഫസ്റ്റ് കം ഫസ്റ്റ് അങ്ങനത്തെ ഒരു ഇതാണ്. ആദ്യം പേര് കൊടുക്കുന്നവർക്ക് ആദ്യം കിട്ടും. എനിക്കാണെങ്കിൽ ഇൻഡസ്ട്രി ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞാൻ കൊണ്ടുപോയി പേര് കൊടുത്തിട്ട് ആദ്യം എൻ്റെ ഇതെന്ന് വിചാരിച്ചാൽ ലൈക്ക് KSTPയിൽ പോയി നിൽക്കാം. KSTPയിലാണ് 1 മന്ത് ചെയ്തത്. അവിടെ തന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. എനിക്കിനി വയ്യ, പഠിക്കാൻ വയ്യെന്നല്ല, ലൈക്ക് എക്സാമൊക്കെ കഴിയണമല്ലേ ഉള്ളൂ, അപ്പോൾ റെസ്റ്റ് എടുക്കാം, വീട്ടിൽ നിൽക്കാം, അങ്ങനത്തെയൊക്കെ ഒരു മൈൻഡ് സെറ്റായിരുന്നു എനിക്ക്. അപ്പം എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് സാറുണ്ട് കേട്ടോ, അജിത് സാർ, അൽഷിഫ. അപ്പം പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ സാറാണ്. അപ്പോൾ സാറ് പറഞ്ഞ്, സ്റ്റെഫി ഓൾറെഡി ഒരിടത്ത് അവിടെ പോയതാണല്ലോ, ഇതൊന്നും അല്ല, റിയൽ ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ കിട്ടണമെങ്കിൽ നമ്മൾ പുറത്തോട്ടൊക്കെ പോകണം, നമ്മൾ എക്സ്പ്ലോർ ചെയ്യും, കംഫർട്ട് സോണിൽ നിന്ന് എന്തായാലും പുറത്ത് വരണം, എന്നാലേ നമ്മുടെ കരിയറിനൊക്കെ ഒരു ഇതുണ്ടാവുള്ളൂ. അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ഒന്ന് മോട്ടിവേറ്റഡായി. അങ്ങനെ ഞാൻ വിചാരിച്ച് ഓക്കെ, ഞാൻ ആദ്യം ഓപ്ഷൻ വെച്ചത് മൈലാനായിരുന്നു, പിന്നെ മൈക്രോ ലാബ്, സാമി സാബിൻസ, അങ്ങനെ കുറച്ച് ഇതിൽ ലിസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് കിട്ടി IPA വഴി. എന്നിട്ട് എനിക്ക് കിട്ടിയത് മൈലാനിലായിരുന്നു. ഇത് കുറച്ച് ലോങ് സ്റ്റോറി ആവണമെന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് കഥ. അങ്ങനെ മൈലാനിൽ കിട്ടി. 1 മന്ത് ഇൻറ്റേൺഷിപ്പ് ചെയ്ത് ഭയങ്കര അടിപൊളി എക്സ്പോഷറായിരുന്നു. അപ്പം അവിടെ എത്തിയപ്പോഴേക്കും നമുക്കൊരു ചാൻസ് കിട്ടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ത്രൂ ഇൻ്റർവ്യൂ പഠിച്ച് നല്ല വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. ലൈക്ക് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്. അതിനെ ഭയങ്കര പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വേണം, വേറെ എനിക്ക് ഓപ്ഷൻ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഹോസ്പിറ്റൽ ഫാർമസി മോശമൊന്നുമല്ല, പക്ഷെ ഞാൻ ചിന്തിച്ചിട്ടില്ല എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇൻഡസ്ട്രി കയറണം, ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണം, അതായിരുന്നു എൻ്റെ ഒരു താല്പര്യം. അങ്ങനെ ലാസ്റ്റ് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ റിസൾട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ വിചാരിച്ചു എൻ്റെ എല്ലാ ഹോപ്പും പോയി, ഞാൻ എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് ഭാഗ്യവും കുറേ ഹാർഡ് വർക്കിൻ്റെയും റിസൾട്ട്, പിന്നെ കുറേ ആഗ്രഹിച്ച് അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടായിട്ട് എനിക്ക് തോന്നുന്നൊരു 1 മന്തൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു ഇത് വന്ന്, എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ. എന്നിട്ടും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നിട്ടെല്ലാം ചടപടയെന്നായിരുന്നു. എനിക്കൊന്നും പറയാനും പറ്റിയില്ല, ലൈക്ക് എല്ലാം പെട്ടെന്നായിരുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് മൈലാനിൽ എത്തി. അപ്പം ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തത് ഹൊസൂറിലായിരുന്നു. എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് മൈലാനിലെ വേറൊരു പ്ലാന്റിലാണ്, കൃഷ്ണഗിരിയിലുള്ളത്. അങ്ങനെ ഇപ്പം 2 വീക്സായി. 2 വീക്സാ ഇല്ല 1 വീക്ക്, ഇന്നലെ ഇപ്പോൾ 1 വീക്കായി ഇവിടെ എത്തിയിട്ട്. അടിപൊളി ഫെസിലിറ്റി, അടിപൊളി സംഭവങ്ങളാണ്. ലൈക്ക് ഇതൊരു US ബേസ്ഡ് കമ്പനിയാണ്, അപ്പോൾ അത്രമാത്രം ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് നോ, ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഹാപ്പൻ ചെയ്തതിൽ. ഒരുപാട് ടെൻഷൻ അടിച്ച്, എന്നാലും കിട്ടിയതിൽ ഭയങ്കര ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. സോ ഞാനും ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, ലൈക്ക് ഇങ്ങനെ ഫാർമസി അതിലൊന്നും ഒതുങ്ങിക്കൂടാതെ. ഓക്കെ, ചിലർക്കത് ഇഷ്ടമാണ്. ഇനി ഇൻഡസ്ട്രിയിൽ വരാൻ താല്പര്യമുള്ളവരൊക്കെ ഇൻഡസ്ട്രിയിൽ തന്നെ ട്രൈ ചെയ്യണം. അടിപൊളിയാണ്. എൻ്റെ അടുത്ത് അവിടുത്തെ പാക്കേജിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2-3 പേര് ചോദിച്ച് എങ്ങനെയാണ് ശമ്പളം എന്നൊക്കെ. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടി ശമ്പളമുണ്ട്. ഞാൻ ശരിക്കും വിചാരിച്ചത് എല്ലാവരും പൊതുവേ ഇൻഡസ്ട്രിയിൽ കുറവെന്നാണ് പറയണത് ശമ്പളം. അപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് ഒരു 7,000 8,000 കൂടിപ്പോയാൽ ഒരു 10,000 ബിലോ ആണ് ഇങ്ങനെ ഫസ്റ്റ് കയറുമ്പോഴേക്കും. ബട്ട് അതിനെക്കാട്ടിയുണ്ട്. ഞാൻ എത്രയാണ്, എനിക്ക് ശമ്പളമൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞ് വേറൊരു Q&A വേറെ എന്തെങ്കിലും നടത്തുമ്പോഴേക്കും ഞാൻ പറയാം അതിനെക്കുറിച്ച്. എനിക്ക് ഇപ്പം പറയണമെന്ന് എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്തായാലും 10,000 കട്ടിയുണ്ട്. പിന്നെ
ഫ്രഷറാകുമ്പം നമുക്ക് ഇങ്ങനെ ശമ്പളമൊന്നും നോക്കിയിട്ട് കാര്യമില്ല. കുറച്ച് കഴിയുമ്പം ഒരു ഗ്രോത്ത് ഉണ്ടാവും, ഇൻക്രിമെൻ്റ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ആദ്യം നമ്മൾ കയറുക, അത് തന്നെ വലിയ പ്രൊസീജിയറാണ്. ഫ്രഷേഴ്സിനൊന്നും അങ്ങനെ പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റണമെന്നല്ല ഇൻഡസ്ട്രി. അപ്പം എങ്ങനെയും എത്താൻ നോക്കുക, ബാക്കി അവിടെ ചെന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യണതനുസരിച്ച് കൂടും. ഇതൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻസ്. എല്ലാം ഇങ്ങനെ ചുരുക്കി പറഞ്ഞതാണ്. ഓരോന്ന് ക്വസ്റ്റ്യൻസ് വായിക്കാൻ വയ്യ. ഇവിടെ നല്ല ഇരുട്ടി. ലൈക്ക് ഇപ്പോൾ എത്ര മണിയായി കാണും? 7 മണിയൊക്കെ ആയി കാണും. ഞാൻ പോയി വന്നിട്ട് കമ്പനിയിൽ നിന്ന് വന്നിട്ട് ഇരുന്ന് വീഡിയോ ചെയ്യണതാണ്. കണ്ടാ, ബാൽക്കണി നല്ല വ്യൂ ആണ്. ഞാൻ നല്ല ടയേർഡുമാണ്, കൺമശിയൊക്കെ പോയി. അപ്പോൾ ഇതൊക്കെ തന്നെ. അപ്പം ഇനി എനിക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി Q&A പാർട്ട് 3 ഒന്നുമില്ല, ഞാൻ അവർക്ക് അവിടെ വെച്ചിട്ട് റിപ്ലൈ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെ. ഇനി നമുക്ക് ഒരു നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.